ഹായ് ഡിയേഴ്സ്, ഇന്ന് താനീൻ്റെ രണ്ടാം പിറന്നാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എത്ര പെട്ടെന്ന് നമ്മൾ വലുതായി എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. പിന്നെ എൻ്റെ കല്യാണം 2018 കല്യാണം കഴിച്ച്. അപ്പോൾ കുട്ടിയായത് 4 കൊല്ലം ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ ആയതാണ്. 4 വർഷം കഴിഞ്ഞിട്ടായത്. അപ്പം 4 വർഷം വേണ്ടി വന്ന് താനീനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കിട്ടിയത് എനിക്കൊരു ആൺകുട്ടീനെ വേണമെന്നേനും, പക്ഷെ കിട്ടിയത് പെൺകുട്ടിയായിപ്പോയി. പക്ഷെ ഇപ്പം പെൺകുട്ടിയായാലും ഭയങ്കര ഹാപ്പി. കാരണം എന്ന് വെച്ചാൽ പുതിയ പലതരം ഡ്രസ്സില്ലേ അതിടാം, ക്ലിപ്പ് അങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഒരു പാൻറ് ഷർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. ഇതിപ്പം പലതരം മോഡൽ ഡ്രസ്സും ക്ലിപ്പും എല്ലാം ഇട്ട് കൊടുക്കാമല്ലോ, പിന്നെ പൊട്ട് തൊടാം, അങ്ങനത്തെ എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടെല്ലാം ഇപ്പോൾ പെൺകുട്ടി ഇഷ്ടമാണ്. പക്ഷെ പൊതുവേ എനിക്ക് ആൺകുട്ടികളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്, അതെന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്ന് അതായത് നവംബർ 21 2 വയസ്സ് പൂർത്തിയാണ്. അപ്പം ഇതെല്ലാം ഒന്നാം പിറന്നാളിന് എടുത്ത ഫോട്ടോസാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം സ്വന്തമായി സെൽഫി വരെ എടുക്കാൻ പഠിച്ചെൻ്റെ മോള്. ഫോണ് നോക്കുന്നു, സെൽഫി എടുക്കുന്നു, ഇതെല്ലാം അവളെ പരിപാടി. വലുതായി എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് ഇരുത്തം, കളി, ചിരി, മൊത്തത്തിൽ മാറിയില്ലേ. നമ്മൾ ആദ്യം കാണുന്ന പോലെയല്ലല്ലോ ഇപ്പം പിന്നെ എങ്ങനെ പോയിക്കഴിഞ്ഞാലും കുരുത്തക്കേടാണ്. കുരുത്തക്കേടെന്നല്ല, കുറച്ച് കുസൃതികളിട്ട് അടി പിടി നുള്ളൽ പിച്ചൽ അതൊക്കെ ഉണ്ട്. പിന്നെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വലുതാവുന്നോ, പിന്നെ എന്തെല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പൊന്നു മോളെ തന്നതിന്. ദൈവത്തിനോടല്ലാണ്ട് പിന്നെ വേറെ ആരോടാ നന്ദി പറയാനുള്ള. അത്രയും ഹാപ്പിയാണ്, ഇവളുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അമ്മേൻ്റെ മോളായിട്ട് ചുന്ദരി മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നല്ലാണ്ട് പിന്നെ വേറെ എന്നാ പറയാൻ പറ്റുമോ? എനിക്ക് ഈ ഷോർട്സില്ലേ, ഈ പാൻറ്റല്ല ട്രൗസറും ചെറിയ ബനിയൻ പോലത്തെ ഡ്രസ്സിട്, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അതെല്ലാം വാങ്ങാനാണ് ഞാൻ നോക്കുക. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ, ലവ് യു താരിക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ. അമ്മേൻ്റെ ചുന്ദരി മോക്ക് ഇനിയും ആയുസ്സോടെ ജീവിക്കാൻ കഴിയട്ടെ.